Velocity saturation of charge carriers. Velocity saturation എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാരിയേഴ്സ് ഫ്ലോ ചെയ്യും. കാരിയേഴ്സ് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്ക് ഇലക്ട്രിക് ഫീൽഡിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും അതിൻ്റെ സ്പീഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. അക്രോസ് ദിസ് വോൾട്ടേജ് ഇസ് അപ്ലൈഡ് ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ദർ ഇസ് എൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഡ്യൂ ടു ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ദ കാരിയേഴ്സ് വിൽ ഹാവ് എ സർട്ടൻ വെലോസിറ്റി വി. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് കൂട്ടിക്കഴിഞ്ഞാൽ, if you increase this electric field or the voltage across it, the velocity will also increase. Correct? So as the electric field is increased, the velocity will increase. But what happens in a semiconductor is, ഇതുപോലെ ഒരുപാട് ചാർജ് കാരിയേഴ്സ് ഉണ്ട്. ഇവരുടെ എല്ലാവരും വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. As the electric field or voltage is increased, എല്ലാ കാരിയേഴ്സിൻ്റെയും വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പോയിന്റ് ഓഫ് അപ്ലൈഡ് വോൾട്ടേജിന് ശേഷം ഈ കാരിയേഴ്സ് തമ്മിൽ ഇങ്ങോട്ടും അങ്ങോട്ടും കൊളൈഡ് ചെയ്യാൻ തുടങ്ങും, സ്കാറ്ററിങ് സംഭവിക്കാൻ തുടങ്ങും. ബിക്കോസ് ഓഫ് ദിസ്, വെൻ ടു ചാർജ് കാരിയേഴ്സ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ, വാട്ട് ഹാപ്പൻസ്? ദേ ലൂസ് ദെയർ സ്പീഡ്. ട്രാൻസ്ഫർ ഓഫ് മൊമെന്റം ഉണ്ടാവും, അവരുടെ സ്പീഡ് കുറയും. ഇസ് ദാറ്റ് റൈറ്റ്? അങ്ങനെ സ്പീഡ് കുറയുന്നത് എന്നിട്ട് പിന്നെയും ഇലക്ട്രിക് ഫീൽഡ് കാരണം സ്പീഡ് പിക്കപ്പ് ചെയ്യണം. രണ്ട് പേര് തമ്മിൽ, ആൾക്കാരാണെങ്കിലും രണ്ടുപേരും തമ്മിൽ കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ ഓടി വന്ന് സ്പീഡ് അവർ ലൂസ് ചെയ്യുന്നുണ്ട്, അല്ലേ? അവർ ഓടി വന്ന് കൂട്ടിയിടിച്ചത് നല്ല സ്പീഡിലായിരിക്കും, ആ സ്പീഡ് അവർക്ക് നഷ്ടമാകുന്നു. ആഫ്റ്റർ ദാറ്റ് കൊളീഷൻ, then they have to pick up that speed again, isn't it? അപ്പം നമ്മൾ ആവറേജ് വെലോസിറ്റി എടുക്കുകയാണെങ്കിൽ ആഫ്റ്റർ എ സർട്ടൻ വോൾട്ടേജ്, ആഫ്റ്റർ എ ക്രിട്ടിക്കൽ വോൾട്ടേജ്, ദ വെലോസിറ്റി കനോട്ട് ഇൻക്രീസ് ഫർദർ. കാരണം ചിലത് കൂടിക്കൊണ്ടിരിക്കുന്നു, ചിലത് കുറയുന്നു, കൊളീഷൻ കഴിഞ്ഞ് കുറയുന്നു. അങ്ങനെ ആവറേജ് വെലോസിറ്റി റിമെയിൻസ് എ കോൺസ്റ്റന്റ്. ആവറേജ് വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ് ബിയോണ്ട് എ സർട്ടൻ ക്രിട്ടിക്കൽ വോൾട്ടേജ് ഓർ ക്രിട്ടിക്കൽ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഫിനോമിനനെയാണ് വെലോസിറ്റി സാച്ചുറേഷൻ എന്ന് പറയുന്നത്. കറണ്ട് സാച്ചുറേഷൻ എന്ന് പറയുന്നത് കറണ്ട് കോൺസ്റ്റന്റ് ആയി നിന്നപ്പോഴാണ്. അതുപോലെ വെലോസിറ്റി സാച്ചുറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് വെൻ വെലോസിറ്റി comes to a standstill or it comes to a constant value. Okay, this is the basic idea behind velocity saturation. Let us see this in detail right now. ഒരു ലോങ് ചാനൽ മോസ്ഫെറ്റ് എടുത്താൽ, നേരത്തെ പോലെ തന്നെ നമുക്കൊരു ലോങ് ചാനൽ മോസ്ഫെറ്റിനെ പറ്റി ആദ്യം പറയാം. ലോങ് ചാനൽ മോസ്ഫെറ്റ് എടുത്തു കഴിഞ്ഞാൽ the velocity of the carriers is directly proportional to the electric field. This is electric field. Epsilon of x is electric field. Velocity of the carrier is directly proportional to electric field. വെലോസിറ്റി കൂടുമ്പോഴത്തേക്ക് ഇലക്ട്രിക് ഫീൽഡ് കൂടുമ്പോഴത്തേക്ക് വെലോസിറ്റി കൂടുന്നു, ഇലക്ട്രിക് ഫീൽഡ് കൂടുമ്പോഴത്തേക്ക് വെലോസിറ്റി കൂടുന്നു. ഓക്കെ, ദിസ് ഇസ് ഫോർ ലോങ് ചാനൽ മോസ്ഫെറ്റ്സ്. ഇങ്ങനെ വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് കൂടുകയാണെങ്കിൽ വാട്ട് അബൌട്ട് ദ മൊബിലിറ്റി? മൊബിലിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ്, അല്ലേ? ദിസ് ഇസ് ദ ബിഹേവിയർ ദാറ്റ് ഇസ് ഒബ്സർവ്ഡ് ഇൻ കേസ് ഓഫ് എ ലോങ് ചാനൽ മോസ്ഫെറ്റ്. ഇലക്ട്രിക് ഫീൽഡ് കൂടുന്നു, വെലോസിറ്റി ഓഫ് ദ കാരിയർ കൂടുന്നു, ദെയർഫോർ മൊബിലിറ്റി റിമെയിൻസ് എ കോൺസ്റ്റന്റ്. ഈ മൊബിലിറ്റീനെ നമ്മളൊന്ന് റീറൈറ്റ് ചെയ്യുവാണെങ്കിൽ വെലോസിറ്റി ബൈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാൻ പറ്റും, അല്ലേ? വെലോസിറ്റി ബൈ ഇലക്ട്രിക് ഫീൽഡ്. വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച്, അല്ല, ഇലക്ട്രിക് ഫീൽഡ് കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റി കൂടുന്നു, ദെയർഫോർ മൊബിലിറ്റി റിമെയിൻസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, എന്താണ് മൊബിലിറ്റി എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് സ്പീഡ് അറ്റ് വിച്ച് ദ കാരിയേഴ്സ് മൂവ് ഇൻ എ മെറ്റീരിയൽ ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഉള്ളപ്പോൾ ഉള്ള അതിൻ്റെ സ്പീഡിനെയാണ് മൊബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ പറഞ്ഞു, മൊബിലിറ്റിയുടെ കേസ് പറഞ്ഞു, വെലോസിറ്റിയുടെ കാര്യം പറഞ്ഞു, ഇലക്ട്രിക് ഫീൽഡിൻ്റെ കാര്യം പറഞ്ഞു. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മൾ കൂട്ടുക. വി ആർ ഇൻക്രീസിങ് ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? വെലോസിറ്റി ഷുഡ് ഓൾസോ ഡയറക്ട്ലി ഇൻക്രീസ്. ഇലക്ട്രിക് ഫീൽഡ് കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റിയും കൂടുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വെരി ഹൈ ഇലക്ട്രിക് ഫീൽഡ്സ് വാട്ട് ഹാപ്പൻസ് ഇസ്, അറ്റ് വെരി ഹൈ ഇലക്ട്രിക് ഫീൽഡ്സ് നമ്മളുടെ ഈ പറഞ്ഞ ലീനിയാരിറ്റി വർക്ക് ചെയ്യത്തില്ല. ഇത് ഇലക്ട്രിക് ഫീൽഡാണ്. ഇലക്ട്രിക് ഫീൽഡ് കൂട്ടുന്നതിനനുസരിച്ച് ആസ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഇൻക്രീസ്ഡ്, വെലോസിറ്റി ഓൾസോ ഇൻക്രീസസ്. വെലോസിറ്റി ഓഫ് ദ കാരിയേഴ്സ് ഓൾസോ ഇൻക്രീസസ്. അതായത് ഒരു ലീനിയർ മോഡൽ, അല്ലേ? ആസ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഇൻക്രീസ്ഡ്, വെലോസിറ്റി ഇസ് ഓൾസോ ഇൻക്രീസ്ഡ്. ഓക്കെ, പക്ഷേ അറ്റ് എ സർട്ടൻ പോയിന്റ് ഒരു ക്രിട്ടിക്കൽ മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി പിന്നെ കൂടത്തില്ല. It remains a constant. Okay, ഇതാണ് ഈ പറയുന്നത്. At very high electric fields, the carriers fail to follow this linear model. ഇതാണ് ലീനിയർ ആയിട്ടുള്ളത്.
ഒരു ഹൈ ഇലക്ട്രിക് ഫീൽഡ് കഴിയുമ്പോഴത്തേക്ക് ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് നോട്ട് ലീനിയർ. ദാറ്റ്സ് വാട്ട് വി മീൻ ഹിയർ. ഓക്കെ, വിത്ത് ഇൻക്രീസിംഗ് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് ഇലക്ട്രിക് ഫീൽഡ് വിൽ അൾട്ടിമേറ്റ്ലി റീച്ച് ദ ക്രിട്ടിക്കൽ വാല്യൂ. ഇതിനെയാണ് ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത്, എപ്സിലോൺ സി. ഓക്കെ, ദിസ് ഇസ് എപ്സിലോൺ സി. And at this electric field, that is at the critical electric field, the carriers become saturated. What does saturated mean? It means that the velocity remains a constant. അതുകൊണ്ട് it comes to critical electric field തൊട്ട് എന്താ പറ്റുന്നത്? Velocity remains a constant, and that constant can be referred to as Vsat. Okay. In other words, when the electric field along the channel reaches a critical value epsilon c, we call it epsilon c, critical electric field, the velocity of the carriers will saturate. Why is it saturating? ആദ്യം പറഞ്ഞ പോലെ സ്കാറ്ററിംഗ് എഫക്റ്റ് കാരണമാണ് സാച്ചുറേഷൻ നടക്കുന്നത്. എങ്ങനെയാണ് സ്കാറ്ററിംഗ് എഫക്റ്റ് വരുന്നത്? കൊളീഷൻ കാരണം. വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മച്ച്. ഇപ്പം ഞാൻ വരച്ച ഗ്രാഫ് തന്നെയാണ് ഈ കാണുന്നത്. ഇലക്ട്രിക് ഫീൽഡ് കൂട്ടുന്നു, അതിനനുസരിച്ച് വെലോസിറ്റി കൂടുന്നു. ഇലക്ട്രിക് ഫീൽഡ് കൂട്ടുന്നു, അതിനനുസരിച്ച് വെലോസിറ്റി കൂടുന്നു. കൂടി 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 ഒരു ക്രിട്ടിക്കൽ ഇലക്ട്രിക് ഫീൽഡ് എത്തുമ്പോൾ, ഹിയർ ഇറ്റ് ഈസ് 1.5. ഒരു ക്രിട്ടിക്കൽ ഇലക്ട്രിക് ഫീൽഡ് എത്തുമ്പോഴത്തേക്ക് വെലോസിറ്റിക്ക് പിന്നെ കൂടാൻ പറ്റുന്നില്ല, കാരണം കൊളീഷൻ കാരണം സ്കാറ്ററിംഗ് ഉണ്ടായി. ദാറ്റ് constant velocity is referred to as Vsat. Okay, and that electric field at which this happens is referred to as critical electric field. ഇതിനൊക്കെ എക്സ്പ്രഷൻസ് ഉണ്ട്. ഡെറിവേഷൻ വേണ്ട, എക്സ്പ്രഷൻസ് അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. വെലോസിറ്റിയുടെ ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മ്യൂ ആൻഡ് എപ്സിലോൺ. ഈ എപ്സിലോൺ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്, അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ബൈ 1 പ്ലസ് എപ്സിലോൺ ബൈ എപ്സിലോൺ സി. ദിസ് ഇസ് ക്രിട്ടിക്കൽ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇത് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ദിസ് ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ്സ് ലെസ് ദാൻ ക്രിട്ടിക്കൽ ഇലക്ട്രിക് ഫീൽഡ്. കാരണം ഇലക്ട്രിക് ഫീൽഡ് കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റി കൂടുന്നുണ്ട്. ദിസ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ എപ്സിലോൺ ഓർ ഇലക്ട്രിക് ഫീൽഡ് വിച്ച് ഇസ് ലെസ് ദാൻ ക്രിട്ടിക്കൽ ഇലക്ട്രിക് ഫീൽഡ്. കൂടുതലാവുമ്പോഴോ പിന്നെ ഒരു ഇക്വേഷൻ്റെ ആവശ്യമുണ്ടോ? ക്രിട്ടിക്കൽ ഇലക്ട്രിക് ഫീൽഡ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്, ദാറ്റ് ഇസ് Vsat. Okay, and critical electric field is given by this equation 2 into Vsat by mu n. Okay, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്രിട്ടിക്കൽ വോൾട്ടേജിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദാറ്റ് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് അറ്റ് വിച്ച് ദ ക്രിട്ടിക്കൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് റീച്ച്ഡ്. ക്രിട്ടിക്കൽ ഇലക്ട്രിക് ഫീൽഡ് ആണ് ഈസ് റീച്ച്ഡ്. ദാറ്റ് ഈസ് Vc is equal to EC into L. ഷോർട്ട് ചാനൽസിലാണ് മെയിനായിട്ട് ഈ പറഞ്ഞ വെലോസിറ്റി സാച്ചുറേഷൻ ഉണ്ടാവുന്നത്. മെയിനായിട്ട് ഒരു പി ടൈപ്പ് സിലിക്കൺ എടുക്കുവാണെങ്കിൽ, അതായത് എൻമോസിന്റെ കേസാണ്, ഒരു പി ടൈപ്പ് സിലിക്കൺ എടുക്കുവാണെങ്കിൽ this is your p type silicon. Okay, this is your p substrate, p type silicon. Okay, ഇതിനകത്ത് ഇവിടെ ഇലക്ട്രോൺസ് ആണല്ലോ ഇവിടുത്തെ ചാനൽ. ഇത് എന്നാണ്, ഇവിടെയും എന്നാണ്. ഇവിടെ സാച്ചുറേഷൻ നടക്കുന്നത് ആർക്കാണ്? ഇലക്ട്രോൺസിന്. അതുകൊണ്ട് പി ടൈപ്പ് സിലിക്കണിൽ എൻ ചാനലാണ് ഫോം ചെയ്യുന്നത്. ആ എൻ ചാനലിൽ ആരാണുള്ളത്? ഇലക്ട്രോൺസ് ആണുള്ളത്. ഇലക്ട്രോൺസിന്റെ സാച്ചുറേഷൻ യൂഷ്വലി നടക്കുന്നത് 1.5 into 10⁶ വോൾട്ട് പെർ മീറ്ററിലാണ്. ഓക്കെ, ഓർ 1.5 വോൾട്ട് പെർ മില്ലിമീറ്റർ. ഒരു മില്ലിമീറ്റർ, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ശ്രദ്ധിച്ചേ. ഒരു മില്ലിമീറ്ററിൽ 1.45 വോൾട്ട് അവൈലബിൾ ആണെങ്കിൽ വെലോസിറ്റി സാച്ചുറേഷൻ ഇസ് അച്ചീവ്ഡ് ഓർ ഇറ്റ് ഈസ് റീച്ച്ഡ്. This means that an NMOS device with a channel length of 1 millimeter, 1 millimeter ഉണ്ടെങ്കിൽ it just needs 1.5, അതായത് a couple of volts, 1 to 2 volts between drain and source to reach the saturation point. ഇത്രയും കുഞ്ഞ് ലെങ്ത് ആണെങ്കിൽ പോലും സാച്ചുറേഷൻ എത്തും എന്നാണ് പറഞ്ഞത്. ഓക്കെ, 1-2 വോൾട്ട് അപ്ലൈ ചെയ്താൽ തന്നെ സാച്ചുറേഷൻ പോയിന്റ് എത്തും. ജസ്റ്റ് ഇമാജിൻ ഹൗ ഈസിലി സാച്ചുറേഷൻ ഇസ് റീച്ച്ഡ്. സാച്ചുറേഷൻ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെലോസിറ്റി കൂടത്തില്ല. ഇറ്റ് ഇസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് വോൾട്ടേജ്. അതുകൊണ്ട് ദിസ് ഇസ് നോട്ട് എ ഡിസൈറബിൾ ക്വാളിറ്റി. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനനുസരിച്ച് സ്പീഡ് കൂടണം, കറണ്ട് കൂടണം, നമുക്ക് ആ കൺട്രോൾ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവണം. ആ കൺട്രോൾ പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് എ ഡിസൈറബിൾ ക്വാളിറ്റി, ബട്ട് ഇറ്റ് ഇസ് സംതിങ് ദറ്റ് യു നീഡ് ടു കീപ്പ് ഇൻ മൈൻഡ് വെൻ യു ഡിസൈൻ എ മോസ്ഫെറ്റ്. മോസ്ഫെറ്റിന്റെ ലെങ്ത് 1 millimeter റേഞ്ച് വരുമ്പോൾ തന്നെ ഇത്രയും വോൾട്ടിൽ കൂടുതൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സാച്ചുറേഷൻ പോയിന്റ് എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഷോർട്ട് ചാനലിന്റെ കേസാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഓൾറെഡി ചാനലിന്റെ ലെങ്ത് ചെറുതാണ്. അപ്പോൾ പിന്നെ ഈ 1 millimeter എന്ന് പറയുന്നത് അവർക്കൊക്കെ പെട്ടെന്ന് അച്ചീവ് ആയി പോകും. അതുകൊണ്ട് ഈ പറഞ്ഞ വെലോസിറ്റി സാച്ചുറേഷൻ ഇറ്റ് ഇസ് മോർ പ്രോമിനൻറ്റ്. ലോങ് ചാനലിലും ഉണ്ട്,
പക്ഷേ it is more prominent and significant in case of short channel MOSFETs. ഹോൾസ് ഉള്ളപ്പോൾ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ, അതായത് നമ്മളിപ്പോൾ ഒരു പി ചാനൽ മോസ്ഫെറ്റ് എടുക്കുകയെന്ന് വെച്ചാൽ, ഇതാണ് ഒരു പി ചാനൽ മോസ്ഫെറ്റ്. പി ചാനൽ മോസ്ഫെറ്റിന്റെ കേസിലാണെങ്കിൽ ഇത് എൻ സബ്സ്ട്രേറ്റ് ആയിരിക്കും, ഇത് പി പ്ലസ് ആയിരിക്കും. ഇവിടെ ഫോം ആകുന്നത് ആരാ? പി ആണ്, പി ടൈപ്പ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ സാച്ചുറേഷൻ, വി സാച്ചുറേഷൻ എന്ന് ഉദ്ദേശിക്കുന്ന ആരുടെ സാച്ചുറേഷൻ ആണ്? ഹോൾസിന്റെ സാച്ചുറേഷൻ ആണ്. ഹോൾസിന്റെ സാച്ചുറേഷൻ എത്താനായിട്ട് കൂടുതൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. ഈ ഹോൾസിന്റെ സാച്ചുറേഷൻ എത്തണമെങ്കിൽ നമ്മളിവിടെ സോഴ്സിൽ നിന്ന് ഹോൾസിൽ ഇവിടെ നമ്മൾ വോൾട്ടേജ് ഡിഫറൻസ് അപ്ലൈ ചെയ്യും, വി ഡി എസ്. വി ഡി എസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഹോൾസിനെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുവാണ് വി ഡി എസിലേക്ക്. ഈ ഹോൾസിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വി ഡി എസ് കൂട്ടുന്നു. വി ഡി എസ് കൂട്ടി നമ്മൾ നല്ല ഒരു ഹൈ എമൗണ്ട്, യു ആർ ഇൻക്രീസിങ് വി ഡി എസ് ടു എ വെരി ലാർജ് വാല്യൂ, ഓൺലി ദെൻ സാച്ചുറേഷൻ ഇസ് റീച്ച്ഡ്. ഇലക്ട്രോൺസ് ആണെങ്കിൽ അതിന് മുമ്പേ തന്നെ സാച്ചുറേഷൻ എത്തിയേനെ, പക്ഷെ ഹോൾസിന് ഹയർ ഇലക്ട്രിക് ഫീൽഡ് താങ്ങാൻ പറ്റും. അതുകൊണ്ട് വെലോസിറ്റി സാച്ചുറേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് പിമോസിന്റെ കേസിൽ അത്രയും പ്രൊണൗൺസ്ഡ് അല്ല. പ്രൊണൗൺസ്ഡ് വെച്ചാൽ അത്രയും കാണുന്നില്ല, അത്രയും വിസിബിൾ അല്ല, അത്രയും ഹെവി അല്ല. നമ്മളൊരു കമ്പാരിസണായിട്ട് വരച്ചേക്കുന്നതാണ്. ഇങ്ങനെ നമുക്കിതിനെ ടേം ചെയ്യാം, എക്സ്റ്റെൻഡഡ് സാച്ചുറേഷൻ റീജിയൻ എന്ന്. അതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ലോങ് ചാനൽ എടുത്തു കഴിഞ്ഞാൽ വി ഡി എസും ഐ ഡിയും തമ്മിലുള്ള ഗ്രാഫാണ് ഈ കാണുന്നത്. എപ്പോഴാണ് കറണ്ട് കോൺസ്റ്റന്റ് ആവുന്നത്? ലീനിയർ റീജിയൻ കഴിഞ്ഞിട്ട് സാച്ചുറേഷൻ എത്തി പിന്നെയാണ് കോൺസ്റ്റന്റ് ആവുന്നത്. ഈ സാച്ചുറേഷൻ ഇവിടെയാണ് എത്തിയത് അല്ലേ? ഷോർട്ട് ചാനലിന്റെ കേസിൽ എന്ന് വെച്ചാൽ നമ്മുടെ വി ഡി എസ് ഇത്രയൊക്കെ എത്തുമ്പോൾ തന്നെ സാച്ചുറേഷൻ ആകും. അതുകൊണ്ട് ഷോർട്ട് ചാനലിന്റെ കേസിൽ സാച്ചുറേഷൻ നേരത്തെ എത്തുന്നു, കറണ്ട് ഇസ് ബിക്കമിങ് നിയർലി കോൺസ്റ്റന്റ്. ഇപ്പം എന്താ പറ്റിയത്? സാച്ചുറേഷൻ നേരത്തെ തുടങ്ങിയില്ലേ? അപ്പം നേരത്തെ തുടങ്ങിയെന്ന് വെച്ചാൽ സാച്ചുറേഷൻ റീജിയൻ കൂടിയില്ലേ? ഇവിടം തൊട്ട് തന്നെ സാച്ചുറേഷൻ ആണ്. ഇവിടെയോ ലോങ് ചാനലിന്റെ കേസിലോ ഇവിടം തൊട്ടാണ് സാച്ചുറേഷൻ എന്ന് പറയുന്നത്. ഷോർട്ട് ചാനലിന്റെ കേസിൽ ഇവിടം തൊട്ടേ തുടങ്ങി, ലോങ് ചാനലിന്റെ കേസിൽ ഇവിടം തൊട്ടേ തുടങ്ങിയുള്ളൂ. അപ്പോൾ ഏത് കേസിലാണ് കൂടുതൽ സാച്ചുറേഷൻ ഉള്ളത്? ഹിയർ. അപ്പോൾ എക്സ്റ്റെൻഡഡ് സാച്ചുറേഷൻ റീജിയൻ ഇസ് ഹാപ്പനിങ് ഫോർ ഷോർട്ട് ചാനൽ ഡിവൈസസ്. So that's all for velocity saturation. This is also a short channel effect.